കേരള സർവകലാശാല വൈസ് ചാൻസലർ വിളിച്ച യോഗം ഉദ്യോഗസ്ഥർ ബഹിഷ്കരിച്ചുവെന്ന് വാർത്ത. വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വിളിച്ച യോഗമാണ് അധ്യാപകരും വകുപ്പ് മേധാവികളും ബഹിഷ്കരിച്ചത്. NIRF റാങ്കിങ്ങിൽ നില മെച്ചപ്പെടുത്തിയ സർവകലാശാലയിലെ അക്കാദമിക് ടീമിനെ അഭിനന്ദിക്കാൻ വേണ്ടിയായിരുന്നു ഈ യോഗം VC വിളിച്ചത്. അതേസമയം സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഉടൻ നടപ്പാകില്ല എന്ന് പറയുന്നു. ഷബീദ് റാവുത്തർ വിവരങ്ങൾ വായിച്ചിരുന്നു. ഷബീദ്, ഈ 2 മാസത്തിന് ഒരിക്കൽ ഈ സിൻഡിക്കേറ്റ് വിളിക്കണം എന്നുള്ള കാര്യം ഒരു യോഗം വിളിച്ചുകൊണ്ട് ഇനി 2 മാസം കഴിഞ്ഞ് വിളിച്ചാൽ മതി എന്നുള്ള നിലപാട് കോടതി ഉത്തരവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ശരിയല്ല. കാര്യം ഈവനൊരു കോടതി അലക്ഷ്യം പോലും ആകാം. സർവകലാശാലയുടെ ഒരു നിയമവും കോടതിയുടെ തീരുമാനവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കോടതിയുടെ തീരുമാനം തന്നെയല്ലേ പ്രിവെയിൽ ചെയ്യൂ. അപ്പോൾ VC എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക? ഗുഡ് മോർണിംഗ്. ഈ മാസം 2-ാം തീയതി സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ ഇനി 2 മാസം കഴിഞ്ഞ് യോഗം ചേർന്നാൽ മതിയെന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. മാത്രമല്ല, നമുക്കറിയാം കേരള സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉണ്ടാകുന്ന ഭരണ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ അത് പിന്നീട് കോടതി കയറിയത് ഏത് സാഹചര്യത്തിലാണെന്നും നമുക്കറിയാം. ഇന്നലെയാണ് രജിസ്ട്രാർ നൽകിയ ഹർജി തള്ളിയ ഹൈക്കോടതി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് നിർദ്ദേശിച്ചത്. എന്നാൽ ഉടൻ യോഗം വിളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന്റെ നിലപാട്. കഴിഞ്ഞ യോഗത്തിലെ മിനിറ്റ്സ് തിരുത്തിയെന്ന ആരോപണങ്ങളിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി പിൻവലിക്കാതെ സിൻഡിക്കേറ്റ് വിളിക്കേണ്ടതില്ലെന്നാണ് നിലവിലുള്ള തീരുമാനം. സ്വാഭാവികമായും അത് കോടതിയിൽ അവർ എങ്ങനെ ഇനി വിശദീകരിക്കുമെന്നുള്ളത് ഉറപ്പായും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്നാൽ അതിനിടെയാണ് ഈ VC വിളിച്ച യോഗം അത് ഉദ്യോഗസ്ഥർ ബഹിഷ്കരിച്ചിട്ടുള്ളത്. NIRF റാങ്കിങ്ങിൽ നിലമെച്ചപ്പെടുത്തിയ സർവകലാശാലയിലെ അക്കാദമിക് ടീമിനെ അനുമോദിക്കാനായിരുന്നു യോഗം. 75 പേരോളം പങ്കെടുക്കേണ്ട യോഗത്തിൽ എത്തിയത് 8 പേർ മാത്രം. CPIM അനുകൂല അധ്യാപക സംഘടന യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് അംഗങ്ങളെ അറിയിച്ചിരുന്നു. ഏതായാലും ആ രീതിയിൽ വിയോജിപ്പുകൾ, എതിർപ്പുകൾ അത് പരസ്യമാക്കിക്കൊണ്ട് തന്നെ കേരള സർവകലാശാലയിൽ അവിടുത്തെ സ്ഥിതി പോവുകയാണ്. സ്റ്റേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.